വരുന്നു. എന്താ? അവളുടെ ഭർത്താവ് ആ ദുബായിക്കാരൻ പെട്ടിയും പ്രമാണമായിട്ട് വന്നേക്കുന്നു. ടീച്ചറുടെയോ? ചേച്ചി ഇങ്ങോട്ട് പോക്കോ, ഞാനിപ്പോ അല്ല ബാലേന്ദ്രൻ വന്ന കാലം തന്നെ അത് നിൽക്കുകയാണോ? ഇല്ല, ഇത് വേറെ കാല. ഒരു മാറ്റമില്ല, അതേ സ്വഭാവം തന്നെ. ഇത്തിരി തടി കൂടിയിട്ടുണ്ട്. ഏയ് അല്പം കുറഞ്ഞിരിക്കുക. അതെയോ? എന്നാ അതിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും ഇപ്പൊ വളരെ ഗ്ലാമർ വെച്ചിട്ടുണ്ട്. ശരിയാ. പൂട്ടിയിട്ടിരിക്കുന്ന അകത്തേക്ക് കയറാൻ വയ്യ. അല്ല, ബാലം വരുന്ന വിവരം ടീച്ചർക്ക് എഴുതിയിരുന്നില്ലേ? കൃത്യമായിട്ടൊരു ദിവസം അറിയിക്കാൻ പറ്റിയില്ല. ഇന്നലെ ആ ടിക്കറ്റ് ഓക്കെ ആയത്. എത്ര നേരം എന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുക. ഇന്ന് ബാലൻ അങ്ങോട്ട് വാ, നമുക്ക് അവിടെ ഇരിക്കാം. മോനെ, സ്കൂളിൽ ചെന്ന് ടീച്ചറിനോട് പറ ബാലേട്ട വന്നിട്ടുള്ള വിവരം. ഒന്ന് പോയി പറഞ്ഞു. ഞാനിപ്പോ സ്കൂളിലോട്ട് ചെന്നാല്. അത് ശരിയാ. ഇനിയിപ്പം അവിടെ ചെന്ന് പറഞ്ഞ അവൻ ഇഷ്ടപ്പെടുവോ എന്തോ. അവനോ? ഏതവൻ? അത് ചേച്ചി, നമ്മളതിന് ആവശ്യമില്ലാത്തവരൊക്കെ പറയാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറയണ്ട, ഉണ്ടായില്ല. അല്ലേലും ഒരു വയസ്സ് മാത്രം വഴിയായിരുന്നത് ശരിയല്ലല്ലോ. അവളൊരു പെണ്ണല്ലേ. 2 കൊല്ലത്തിലധികം അല്ലേ ബാലിനോടെ വന്നിച്ച് പോയിട്ട്. നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി പറ. എന്റെ മനസ്സാക്ഷി എതിരായിട്ട് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ ഈ കോളേജിലുള്ള ആളുകളെല്ലാം കൂടെ കൂടി ബാലേന്ദ്രൻ ഒരു കത്തെഴുതണമെന്ന് എഴുതിയിരിക്കുകയായിരുന്നു. നിങ്ങളൊന്നും വേണ്ടെന്ന്. 1000 മൈൽ അകലെന്ന് ഒരു മനുഷ്യൻ ഭാര്യയെ കാണണം, കുഞ്ഞിനെ കാണണം എന്നൊക്കെ പറഞ്ഞ ആർത്തിയോടെ വന്ന് നിൽക്കുക. അപ്പോഴാണ് അതൊക്കെ പറഞ്ഞേ. എന്ന് വെച്ചുള്ള കാര്യം പറയണ്ടേ? ഒന്നും പറയണ്ട. നിങ്ങൾ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയും. ഇന്നല്ലെങ്കിൽ നാളെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിയും. അപ്പൊ പിന്നെ എത്രയും നേരത്തെ അറിയുന്നതല്ലേ നല്ലത്. മോനെ ബാലേന്ദ്ര, നമ്മൾ ആണുങ്ങൾ പാവങ്ങളാ. ഞാൻ ഇന്ന് വരെ എന്റെ നോവലുകളിൽ സ്ത്രീയെ പ്രകീർത്തിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് വഞ്ചനയുടെ പ്രതികരണം. അത് മാത്രം പറയരുത്. അവള് വഞ്ചിച്ചിട്ടില്ല. അത് ഒരു കാലത്തും ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ അല്ലാതെ എന്തായി കാണിച്ചേ? അവളൊരു കൊച്ചിന്റെ തള്ളയല്ലേ? നല്ല സൗന്ദര്യവും ആരോഗ്യമുള്ള ഒരു ഭർത്താവില്ലേ അവക്ക്? എവിടെന്നോ തെണ്ടി തിരിച്ചു വന്നൊരു ഗൂർഖയുടെ പുറകെ പോകാന്ന് വെച്ചാൽ? ഗൂർഖയോ? എന്റെ നിർമ്മലയെ പറ്റി തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത്? ബാലേന്ദ്രൻ അപ്സെറ്റ് ആകാതെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാ വേണ്ടത്. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിക്കണം ബാല. അതിക്രമം ഒന്നും കാണിക്കരുത്. കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ ഞങ്ങൾക്ക് വയ്യ.